മഞ്ഞുമൽ ബോയ്സ് ഇന്നലെ പോയി കണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ആദ്യം തൊട്ട് അവസാനം വരെ ഒരിക്കലും ബോറടിപ്പിക്കാത്ത ഒരു പടം തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ്. BGM ഒക്കെ അതിൻ്റെ ഫ്ലോയിലാണ്. കാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ പക്കാ കാസ്റ്റിംഗാണ്. സൗബിൻ, പിന്നെ ബാലു വർഗീസ്, പിന്നെ എനിക്ക് ഇഷ്ടമായത് നമ്മുടെ ലാൽ ജൂനിയർ ഒക്കെ നല്ലപോലെ അടിപൊളിയായിരുന്നു. പിന്നെ ബാക്കിയുള്ള കാസ്റ്റിംഗൊക്കെ ആണെങ്കിലും എല്ലാവരും നല്ല പോലെ അഭിനയിച്ചിട്ടുണ്ട്. ഗണപതി ആണെങ്കിലും, പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഉള്ള ആളാണ് ശ്രീനാഥ് ബാസിയൊക്കെ നല്ല പോലെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സൗബിനൊക്കെ ഭയങ്കര ആക്ടിങ് ആണ്. ഓക്കെ, പിന്നെ പടത്തിനെ പറ്റി ആർട്ട് വർക്കും പിന്നെ ബാക്കിയുള്ള ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്. വേറൊരു ഫീലിൽ തന്നെ എനിക്ക് ഏതാണ്ട് നെറ്റ്ഫ്ലിക്സ് സീരീസൊക്കെ കാണുന്ന ഒരു ഫീലിൽ തന്നെയാണ് ഞാൻ ഈ പടം കണ്ടത്. അത്രയ്ക്ക് അടിപൊളി പടം തന്നെയാണ്. തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു പടം തന്നെയാണ്. പിന്നെ BGM ഒക്കെ, സുശീൽ ശ്യാമിൻ്റെ BGM ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഒരു കാലത്ത് ഒരു 10th +2 ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഒരു യാത്രയൊക്കെ പോയിട്ട് കൊടൈക്കനാലൊക്കെ പോയിട്ട് നമുക്ക് പലർക്കും ഇതേപോലെ ചില ഇൻസിഡൻ്റൊക്കെ നമ്മൾ ചിലപ്പോൾ ചില വലിയ വലിയ ഇൻസിഡൻറ്റിൻ്റെ തൊട്ട് പക്കത്തുനിന്ന് തിരിച്ചു പോന്നിട്ടുണ്ടാകും. നമ്മൾ ആ റിയാലിറ്റിയിൽ നിന്ന് എങ്ങനെയല്ല ഇതിൽ നിന്നൊക്കെ എങ്ങനെയും പെട്ടെന്ന് ഇറങ്ങണമെന്നുള്ളൊരു ഇത് തോന്നിയിട്ടുണ്ടാവും. എങ്ങനെയൊക്കെ വീട്ടിൽ എത്തിയാൽ മതിയായിരുന്നു എല്ലാവരുമായിട്ട് എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ പല ഫ്രണ്ട്സിൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെയും ഇതായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു പടം തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ ഇപ്പോഴും ഇതേപോലെ കട്ടയ്ക്ക് നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പുകൾ ഉള്ള ഫ്രണ്ട്സ് വലിയ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ അവരുടെ ആ ലൈഫും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ആ ലാസ്റ്റ് സീനൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കയറിന്ന് ഇങ്ങനെ കയറ്റുന്ന സീനൊക്കെ വരുമ്പോഴേക്കും, അവനെ രക്ഷിക്കുന്ന സീനൊക്കെ വരുമ്പോഴേക്കും ആണെങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ എഡ്ജ് ഓഫ് ദ സീറ്റിൽ നമ്മളിങ്ങനെ ഇരിക്കും. നമ്മൾ ശ്വാസം പിടിച്ച് നിൽക്കും. അങ്ങനെ നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ എന്തായാലും ഫാമിലിയായിട്ട് പോകാൻ പറ്റും, ഫ്രണ്ട്സായിട്ട് പോകാൻ പറ്റും. ഫ്രണ്ട്സായിട്ട് പോവുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഇത് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും അങ്ങനെ ആ ഒരു ഗ്യാങ് ഫ്രണ്ട്സായിട്ടുള്ളവരാണെങ്കിൽ പോവുകയാണെങ്കിൽ അതുപോലെ ഓരോ ക്യാരക്ടർ നമ്മുടെ കൂട്ടത്തിലുള്ള പല ഫ്രണ്ട്സായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ നല്ലൊരു തിയേറ്ററിൽ പോയി തന്നെ കാണുക. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു മലയാളം സർവൈവൽ ത്രില്ലർ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സിനിമ കണ്ടിട്ട് എന്തായാലും തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റ് താഴെ ഇടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം യുവേഴ്സ് അശ്വിൻ.